ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബട്ടർനട്ട് സ്ക്വാഷ് വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടീൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്ക് കാണാം ഇതെങ്ങനെ റെഡിയാക്കാം എന്ന്. അപ്പോൾ ബട്ടർനട്ട് സ്ക്വാഷ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും മുമ്പ് നമുക്ക് ഇത് കട്ടാക്കി എടുക്കാം. ഈ ഒരു വെജിറ്റബിൾ കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാവും ഇത് എന്തുട്ടാണ് എന്ന്. ഇത് നമ്മളുടെ മത്തങ്ങ ഉണ്ടാവില്ലേ, നമ്മൾ സാമ്പാറിലിടുന്ന മത്തങ്ങ, അതിൻ്റെ ഫാമിലിയിൽ വരുന്ന ഒരു വെജിറ്റബിളാണ്, അങ്ങനത്തെ ഒരു പച്ചക്കറിയാണ്. നമ്മൾ മത്തങ്ങ വെച്ചിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കൂലേ, സെയിം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെയും ടേസ്റ്റ്. ഈ സ്ക്വാഷ് വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇതിനെ ബേക്ക് ചെയ്തിട്ടും കഴിക്കും. നമ്മൾ കപ്പൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കില്ലേ, അങ്ങനെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഈ ഒരു പച്ചക്കറീനെ ബേക്ക് ചെയ്തിട്ട് കഴിക്കും. നല്ല ബട്ടറി ഫ്ലേവറാണ് ഇതിന്. അപ്പം നമുക്ക് മത്തങ്ങ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങ എങ്ങനെയാണ് കട്ടാക്കി എടുക്കുക, അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിനെയും ഇവിടെ കട്ടാക്കി എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈസിൽ വേണം മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ക്വാഷ് കട്ടാക്കി എടുക്കാൻ വേണ്ടി. ഈ ഒരു പച്ചക്കറീൻ്റെ ഷേപ്പ് ബോട്ടിലിൻ്റെ പോലെയാണ്, ഒരു ബോട്ടിലിൻ്റെ ഷേപ്പ് പോലെയാണ് ഈ ഒരു ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ ഷേപ്പ്. ഞാൻ മേളിലത്തെ പാർട്ട് കട്ട് ചെയ്തപ്പോൾ അതിൽ കുരുകളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ താഴത്തെ ഭാഗങ്ങളിലാണ് ഇതിൽ ഫുൾ നമുക്ക് സീഡ്സ് കിട്ടാം. അപ്പോൾ അതും നമുക്ക് എടുത്ത് കളയാം. ഈ സീഡ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. ഇതിനെയും നമുക്ക് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് കട്ടാക്കി എടുക്കാം. വളരെ ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ ആൻഡ് ഓറഞ്ച് കളറാണ് ഈ ഒരു സ്ക്വാഷിൻ്റെ. നല്ല ഒരു സൺസെറ്റ് കളർ ഉണ്ടാവില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ കളറ്. അപ്പം ഞാനിവിടെ സ്ക്വാഷ് നന്നായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ടാക്കി എടുക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ ബ്രൗൺ കളർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ കളർ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളേൻ്റെ കളർ ഒന്ന് ലൈറ്റ് പിങ്ക് ആവണ വരെ നമുക്ക് ഇത് വഴറ്റി കൊടുക്കാം. ഡാർക്ക് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് കളർ ആയാൽ മതി. അപ്പം നമ്മളുടെ സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വഴറ്റി കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മളുടെ മുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 തക്കാളി ചെറുതാക്കിയിട്ട് ചോപ്പാക്കി വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി വരുന്ന വരെ നമുക്ക് ഇത് വേവിക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളി നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചെറുകിയ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മെഴുക്കുവരട്ടിയിൽ നാളികേരത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നമുക്ക് കൂടുതൽ വേണം. ഇനിയിപ്പോൾ നമുക്ക് ഇത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നാളികേരം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്.
വേപ്പില ഇട്ടിട്ടും നമുക്ക് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കട്ടാക്കി വെച്ചിരിക്കുന്ന ബട്ടർനട്ട് സ്ക്വാഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം ഈ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ മത്തങ്ങ മെഴുക്കുവരട്ടിയും ഉണ്ടാക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒട്ടും ഒഴിക്കാണ്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ആ കാരണത്തോണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി. ഒരു 10 തൊട്ട് 15 മിനിറ്റ് മതി ഇത് എല്ലാം നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് മതി ഇത് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ ബട്ടർനട്ട് സ്ക്വാഷ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിലും പോയി ഒന്ന് ഓൾന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീൻ്റെ കൂടെയും ഈ ഒരു റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യണേ. ഈ ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മെഴുക്കുവരട്ടി പിന്നെ ഒരു പപ്പടം ഉണ്ടായ അത് മതി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് ഇത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.